ഗവൺമെൻറ് നമ്മൾ കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരുന്നു നോക്കാതെ അങ്ങേറ്റത്തെ ദുഃഖഭരിതമാണ്. നമുക്കറിയാലോ, അവരുടെ കുടുംബത്തിൻ്റെ മാത്രം ഒരു ദുഃഖമല്ല, കേരളത്തിൻ്റെ തന്നെ ഒരു ദുഃഖമായി ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ തികട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു ആവർത്തനം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് തന്നെയാണ്. ഇത്തരം ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അത് ഭാവി തലമുറയിൽ ഉണ്ടാക്കുന്ന ഞെട്ടലും അതുപോലെ തന്നെ ഒരു വഴിത്തിരിവ് അതൊക്കെ നമ്മൾ കാണാതിരുന്നുകൂടാ. നിയമപരമായിട്ട് തന്നെ ഇതിനെ കർക്കശമായിട്ട് നമ്മൾ നേരിടേണ്ടതുണ്ട്. പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഈ ഷഹബാസിൻ്റെ കാര്യത്തിൽ നടത്തേണ്ടത്. കുട്ടികൾക്കും ഇതൊരു മുന്നറിയിപ്പ് ആയി മാറേണ്ടതുണ്ട്. വരും തലമുറക്ക് ഒരു നല്ലൊരു മുന്നറിയിപ്പ് തന്നെ ഉണ്ട്. ആ രീതിയിലുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ ഈ ഷഹബാസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പൊതുവെ വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെയുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ കൂടുതൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ലഹരിയുടെ ആ ഒരു അതിപ്രസരം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് അതൊന്നും നമ്മൾ കാണാതിരുന്ന നിസ്സാരമായി അതിനൊന്നും കണ്ടുകൂടാ. ഇവിടെ അധ്യാപകരും രക്ഷിതാക്കളും സർക്കാരും പൊതുസമൂഹവും മാധ്യമങ്ങളും ഇവരൊക്കെ തന്നെ നമ്മളതിന് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. ഇതിങ്ങനെ വ്യാപിപ്പിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഇതിപ്പോൾ ഒരു ലഹരിയുടെ മറവിലാണ് നടക്കുന്നതെങ്കിലും ഇതിന് ഇരകളാകുന്നവർ ലഹരി ഉപയോഗിക്കുന്നവരൊന്നും അല്ല എന്നുള്ളതാണ്. സമൂഹത്തെ മുഴുവനും ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു തടയണമെങ്കിൽ എല്ലാവരും, എല്ലാ അധികൃതരും അതുപോലെ തന്നെ പൊതുസമൂഹവും മാധ്യമങ്ങളും രക്ഷിതാക്കളും എല്ലാവരും ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്.